ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അനുശ്രീയായിട്ട് നമ്മുടെ ബാലൻ കോടതിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങാണ്. പെട്ടെന്ന് ഗോമതിയും വരും. ബാലേട്ട, ഞാനും വരുന്നുണ്ട് എന്ന് പറയാം. അത് കേൾക്കുന്ന ബാലൻ പറയും, വേണ്ട, താൻ വരണ്ട, ഞങ്ങൾ രണ്ടും കൂടി പോയിട്ട് വരാം എന്ന് പറയാം. ഇല്ല, ഞാനും കൂടി വരും. അനുക്കുട്ടി തന്നെ വേണ്ട, ശരിയാകില്ല ബാലേട്ട, ഞാനും കൂടി വരും. എനിക്ക് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് കാണണം എന്ന് ഗോമതി ഒരു കൊച്ചു കുട്ടിയെ പോലെ വാശി പിടിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ബാലൻ പറയും, എങ്കിൽ താനും കൂടി പോന്നോളൂ എന്ന് പറയുമ്പം നമ്മുടെ ആരിനും ഒരുങ്ങി ഇറങ്ങി വരിക. അച്ഛാ, ഞാനും ഉണ്ട് എന്ന് പറയണം. ഇതിപ്പം എല്ലാവരും കൂടി പോകേണ്ട എന്താവശ്യമുള്ളത് എന്ന് ബാലനപ്പം ചോദിക്കുക. ഇല്ല, അനുമോക്കൊരു ധൈര്യം കൊടുക്കാൻ ഞാനും കൂടി വരാം എന്ന് ആര്യനും പറയാം. അങ്ങനെ ആര്യനും ഗോമതിയും അനുവും ബാലനും കൂടിയാണ് കേട്ടോ കോടതിയിലേക്ക് പോകുന്നത്. അനുവിന് നല്ല ഭയമൊക്കെ ഉണ്ട്, എങ്കിലും പുറമെ നല്ല ധൈര്യം സംഭരിച്ച് നിൽക്കുകയാണ്. തൻ്റെ അച്ഛനും ഏട്ടനും അമ്മയൊക്കെ കൂടെ ഉണ്ടല്ലോ, അത് തന്നെയാണ് അനുശ്രീയുടെ ഏറ്റവും വലിയ ധൈര്യം. ഇതേ സമയം അനന്തനും അച്യുതനും ഒക്കെ കോടതിയിൽ ഹാജരായിട്ടുണ്ട്. ഇന്ന് എങ്ങനെയെങ്കിലും തൻ്റെ മകനെയായിട്ടേ കൃഷ്ണമംഗലത്തേക്ക് മടങ്ങിപ്പോകൂ എന്നുള്ള വാശിയിൽ തന്നെയാണ് അച്യുതൻ. അവരുടെ വക്കീലും അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു വക്കീലാണ് കേട്ടോ അനന്തമൂർത്തി എന്ന് പറയുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ അയാളുടെ കഴിവിൽ അത്രയേറെ വിശ്വാസമുണ്ട്. ഇന്ന് തന്നെ അലോകിന് ജാമ്യം കിട്ടി അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അച്യുതൻ. ഇതേസമയം കോടതിയിലേക്ക് എത്തിക്കഴിയുമ്പോഴും പാലൻ നമ്മുടെ അനുവിനോട് പറയുന്നുണ്ട്, മോളെ അനുശ്രീ, പല രീതിയിലുള്ള ചോദ്യങ്ങൾ അവർ തിരിച്ചും മറിച്ചും ചോദിക്കും. നീ സമാധാനപൂർവ്വം ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മറുപടി പറയുക. എന്ത് ചോദിച്ചാലും സത്യത്തിൽ ഉറച്ചു നിൽക്കുക. നിനക്ക് സംഭവിച്ച കാര്യങ്ങൾ ഒരു ഒളിവുമില്ലാതെ എല്ലാ കാര്യങ്ങളും നീ തുറന്നു പറയുക. മനസ്സിലാക്കുന്നുണ്ടോ അച്ഛൻ പറയുന്നത്? അവിടെ കയറിയതിന് ശേഷം ഭയപ്പെടേണ്ട ഒരാവശ്യമില്ല. അമ്മേ, അച്ഛനും ഏട്ടനും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയാം. അപ്പം ആരിനും പറയും, അനുമോള് ധൈര്യമായിട്ടിരിക്കണം. എൻ്റെ മോക്ക് നീതി കിട്ടുകയും വേണം. മോളോട് അവൻ ചെയ്ത എല്ലാ പ്രവൃത്തികളും വൃത്തിക്ക് തന്നെ മോള് പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ എന്ന് പറയാം. അപ്പം ആനു പറയും, ഇല്ല, എനിക്കൊരു ഭയവും ഇല്ല. ആദ്യമായിട്ട് കോടതിയിൽ കയറുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും എന്നോട് അലോക് ചെയ്ത എല്ലാ തെറ്റുകളും എൻ്റെ മനസ്സിലുണ്ട്. ഞാനതെല്ലാം കൃത്യമായിട്ട് മറുപടി പറഞ്ഞോളാം. നിങ്ങളെല്ലാവരും സമാധാനപ്പെട്, എന്നെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്ന് പറയാൻ കേട്ടോ. ഇതേസമയം പോലീസുകാർ അലോകിനെയും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പം അലോകിനെ കാണുന്ന അച്യുതന് വളരെയേറെ സങ്കടം വരിക. വിലങ്ങുകൾ കയ്യിൽ വെച്ച് വരുന്ന തൻ്റെ മകനെ കാണുമ്പം നെഞ്ച് തകർന്ന പോലെയാണ് അച്യുതന് തോന്നുന്നത്. അപ്പം അനന്തനോട് പറയുന്നുണ്ട്, ഏട്ടാ, ഇന്ന് എങ്ങനെയെങ്കിലും എൻ്റെ മകന് ജാമ്യം മേടിച്ചേ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ. കണ്ടില്ലേ എൻ്റെ കുഞ്ഞു വരുന്നത്, അവനാകെ കോലം കെട്ടു. പോലീസുകാർ എൻ്റെ മോനോട് മോശമായിട്ടാകും പെരുമാറുന്നത് എന്ന് പറയാം. അപ്പം അനന്തൻ പറയും, നീ സമാധാനപ്പെട്, നമ്മൾ അവൻ്റെ കേസിൻ്റെ കാര്യത്തിനല്ലേ ഇവിടെ വന്ന് നിൽക്കുന്നത്. നമ്മുടെ വക്കീലും നല്ല കഴിവുള്ള ആളാ, ഇന്ന് തന്നെ അവന് ജാമ്യം കിട്ടും. നീ സമാധാനമായിട്ടിരിക്കുക എന്ന് അനന്തൻ അച്യുതനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അച്യുതനാണെങ്കിൽ അലോകിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മോനെ അലോകെ എന്നും പറഞ്ഞ് ഓടി. പക്ഷെ പോലീസുകാർ അങ്ങനെ സംസാരിക്കാനൊന്നും ഒരവസരം കൊടുക്കുന്നില്ല. അങ്ങനെ അനുശ്രീയുടെയും അലോകിൻ്റെയും കേസ് കോടതിയിൽ വിളിക്കുകയാണ് കേട്ടോ. ഭയന്നാണ് നമ്മുടെ അനുശ്രീ അകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അലോകും എതിരായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പം അലോകിൻ്റെ വക്കീല് അനുവിനോട് ഓരോ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അയാളുടെ മൂർച്ചയേറിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ നമ്മുടെ അനുവിന് നല്ല ഭയം തോന്നുന്നുണ്ടെങ്കിലും അച്ഛൻ തരുന്ന ധൈര്യം നമ്മുടെ അനു ബോൾഡായിട്ട് തന്നെയാണ് ഓരോരോ മറുപടികൾ കൊടുക്കുന്നത്. ഓരോ തവണയും വക്കീൽ ചോദ്യം ചോദിക്കുമ്പം അച്ഛനെയും ഏട്ടനെയും ഒക്കെ അനുശ്രീ നോക്കുന്നുണ്ട്. അവരെ കണ്ണടിച്ച് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അലോകിൻ്റെ വക്കീൽ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും അനുശ്രീ കൃത്യമായ മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് അച്യുതനെ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവരോട് വക്കീൽ പറഞ്ഞിരുന്നത് താൻ ചോദിക്കുന്ന ഓരോ 5 ചോദ്യത്തിനുള്ളിൽ തന്നെ അനുശ്രീ പതറി അടിയറവ് പറയും എന്നാ. പക്ഷെ ഇവിടെ അനുശ്രീ നല്ല ബോൾഡായിട്ട് തന്നെ സകല കാര്യങ്ങൾക്കും മറുപടി പറയുന്നുണ്ട്. ഇത് അച്യുതന് പ്രതീക്ഷ നശിപ്പിക്കുക ചെയ്യുന്നത്. ഏട്ടാ, എൻ്റെ മോന് ജാമ്യം കിട്ടുമോ, ഈ കേസ് ഇനിയും നീട്ടിക്കൊണ്ട് പോവോ എന്നൊക്കെയുള്ള ചിന്ത വരിക. നീ സമാധാനപ്പെട്, കേസ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്ന് അനന്തനപ്പം അച്യുതനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അലോക് ആകെ മാറിയ ഒരു അവസ്ഥയിലാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പഴയ അഹങ്കാരമോ സ്വാർത്ഥതയോ ധാർഷ്ട്യമോ ഒന്നും ഇപ്പോൾ അലോകിൻ്റെ മുഖത്ത് ലേശം പോലും കാണാനില്ല. പോലീസ് സ്റ്റേഷനിലെയും ജയിലിലെയും വാസം അത്രയേറെ അലോകിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. എല്ലാത്തിനോടും ഒരു മടുപ്പ് തന്നെ അലോകിന് തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
എന്തായാലും അലോകിന് ജാമ്യം കിട്ടുന്നില്ല. അതുമാത്രമല്ല ഇന്നും കൊണ്ട് കേസ് ഒന്നും ആകുന്നില്ല. വീണ്ടും മറ്റൊരു ദിവസത്തേക്ക് നീട്ടിവെക്കാണ് കേട്ടോ. അത് കേൾക്കുമ്പം ബാലനും ആകെ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ട്. ഇനിയും ഇതിനായിട്ട് വരണമല്ലോ എന്നൊരു ചിന്ത വരുന്നുണ്ട്. ഇതേ സമയം അച്യുതന് നല്ല ദേഷ്യം വരിക. ഇതെന്താ ഏട്ടാ, എൻ്റെ മോനിന്ന് ജാമ്യം കിട്ടത്തില്ലെന്നല്ലേ അതിനർത്ഥം? ഞാനിന്ന് അവനെ കൊണ്ട് പോകാനായിട്ട് വന്നിട്ട് ഇതെന്താ ഇങ്ങനെ? അനന്തമൂർത്തി സാറ് ഇത്രയും ഫേമസ് ആയിട്ടുള്ള വക്കീലായിട്ട് പോലും എൻ്റെ മകന് വേണ്ടി നേരാവണ്ണം പ്രവർത്തിക്കാൻ സാധിച്ചില്ലെന്ന് വെച്ചാൽ എന്നൊക്കെ പറഞ്ഞ് രോഷകുലനാവുകയാണ്. അത് കാണുന്ന അനന്തം പറയും, നീ സമാധാനപ്പെട്, കേസ് വീണ്ടും നീട്ടിവെച്ചില്ലേ, അത് വക്കീലിൻ്റെ മിടുക്ക് തന്നെയാണ്. ഇത് ഇങ്ങനെ ഒരു കേസാകുമ്പം ഇങ്ങനെയൊക്കെ വിധി വരുത്തുള്ളൂ. നീ സമാധാനപ്പെട അച്യുത, നമ്മളെല്ലാവരും അവനെ പുറത്തിറക്കാനായിട്ട് തന്നെയല്ലേ നോക്കുന്നത്. ഇവിടെ തന്നെ അനുശ്രീ പതറിപ്പോയിട്ടില്ല. അലോക് അവളോട് പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളും കണ്ടില്ലേ, അനുശ്രീ എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്നു പറഞ്ഞു. ഒരു പെൺകുട്ടിയോട് മോശമായി ഇന്നത്തെ കാലത്ത് പ്രവർത്തിച്ചാലത്തെ ശിക്ഷ എത്ര കഠിനമുള്ളതാണെന്ന് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ. അലോക് ചെയ്ത പ്രവർത്തിക്ക് ഇങ്ങനെയാണെങ്കിൽ അവന് ശിക്ഷ കിട്ടും. ഇനി അവനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ദേവമംഗലത്തുള്ളവർ തന്നെ ചിന്തിക്കണം എന്ന് നമ്മുടെ അനന്തൻ അച്യുതനോട് പറയാം. അത് കേൾക്കുന്ന അച്യുതനും ഏട്ടൻ പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യപ്പെടുകയാണ്. കാരണം അനുശ്രീ പതറിപ്പോകുമെന്ന് വിചാരിച്ചെടുത്ത് അനുശ്രീ നല്ല ബോൾഡായിട്ട് തന്നോട് അലോക് പ്രവർത്തിച്ച എല്ലാ നീതികേടുകളും തുറന്നു പറയുകയാണ് ചെയ്തത്. അനുശ്രീയെ പോലൊരു പെൺകുട്ടി ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ തൻ്റെ മകൻ ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടും. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്കെതിരെ ആരെങ്കിലും മോശമായിട്ട് പ്രവർത്തിച്ചാൽ എത്ര കഠിനമായ ശിക്ഷകളാണ് അവരെ കാത്തിരിക്കുന്നതെന്നും വ്യക്തമായിട്ട് അച്യുതനും അറിയാം. ഞാൻ ഇനി എങ്ങനെ കൃഷ്ണമംഗലത്തേക്ക് ചെല്ലും? രാജശ്രീ മകൻ വരുന്നതും കാത്തിരിക്കുമായിരിക്കും ഏട്ടാ. അവളെ ഞാൻ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്ന് ചോദിക്കുക. കാര്യങ്ങളെല്ലാം അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നമ്മളിവിടെ ഇന്ന് പ്രവർത്തിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം അച്യുതനും മറുപടി ഒന്നും ഇല്ല കേട്ടോ. ഇതേ സമയം വീണ്ടും ജയിലിലേക്ക് തന്നെ നമ്മുടെ അലോകിനെ കൊണ്ടുപോവുക പോലീസുകാർ. ആ സമയത്താണ് അനുശ്രീ അച്ഛൻ്റെയും അമ്മയുടെയും ഏട്ടൻ്റെയും കൂടെ വരാന്തയിൽ നിൽക്കുന്ന കാണുന്നത്. പെട്ടെന്ന് അനുശ്രീയുടെ അടുത്തേക്ക് അലോക് നടന്നു വരിക. അപ്പോൾ പോലീസുകാരും കൂടെ വരികയാണ് കേട്ടോ. അനുവിനോട് എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറയാം. പെട്ടെന്ന് അനുശ്രീയെ മറിഞ്ഞ് നമ്മുടെ ആര്യൻ കയറി നിൽക്കുകയാണ്. എന്നിട്ട് പറയും, നിനക്ക് എന്താണ് എൻ്റെ അനിയത്തിയോട് സംസാരിക്കാനുള്ളത്? അവളോട് നീ ഇത്രയും നാൾ ചെയ്തു കൂട്ടിയതൊന്നും പോരാഞ്ഞിട്ടാണോ ഇനിയിപ്പം നിന്റെ വക ഒരു സംസാരം കൂടി എന്ന് ചോദിക്കുക. പെട്ടെന്ന് ബാലൻ കണ്ണു കാണിക്കുക. അവൻ എന്താണെന്ന് വെച്ചാൽ പറയാനുള്ളത് പറയട്ടെ എന്നുള്ള രീതിയിൽ. കോടതി മുറ്റത്ത് വെച്ച് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് ശരിയാക്കില്ല എന്ന് ബാലന് ബോധ്യം ഉണ്ട് കേട്ടോ. പെട്ടെന്ന് അലോക് മുന്നിലേക്ക് കയറി നിൽക്കുകയാണ്. എന്നിട്ട് അനുവിനോട് പറയും, ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇരു വീട്ടുകാർക്കും ഇടയിലുള്ള പക എൻ്റെ മനസ്സിലും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേവമംഗലത്തുള്ളവരോട് പ്രതികാരം വീട്ടാൻ വേണ്ടിയാ നിന്നെ ഞാൻ പ്രണയിച്ചതായിട്ട് അഭിനയിച്ചത്. നിന്റെ വിശ്വാസവും പ്രണയവും ഒക്കെ നേടിയെടുക്കാൻ എനിക്ക് സാധിച്ചു. നിന്റെ ജീവിതം വെച്ച് ഞാൻ കളിച്ചു. ഇപ്പം ചിന്തിക്കുമ്പം അതെല്ലാം തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്ന് അലോക് അനുശ്രീയോട് പറയാണ്. അലോകിൻ്റെ ഈ രീതിയിലുള്ള ഒരു കുറ്റം ഏറ്റുപറച്ചിൽ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ആര്യനും അനുശ്രീയും ആരും തന്നെ. അപ്പം അനുശ്രീ എന്തു പറയണമെന്നറിയാതെ അലോകനെ തന്നെ നോക്കി നിൽക്കുക. എനിക്കറിയാം എന്നോട് ഈ ജന്മം ക്ഷമിക്കാൻ നിനക്ക് സാധിക്കില്ലെന്ന്. പക്ഷേ ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ എത്ര വലുതാണെന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്. അനുവിനോട് ഞാൻ മനസ്സ് തുറന്ന് തന്നെ മാപ്പ് പറയുന്നു എന്ന് അലോക് പറയാം. അപ്പം അനുവിൻ്റെ ഒരു വാക്കുപോലും കേൾക്കാൻ നിൽക്കാതെ അത്രയും പറഞ്ഞതിന് ശേഷം അലോക് പോലീസുകാരുടെ കൂടെ തിരിച്ചു പോവാണ് കേട്ടോ. അത് കാണുമ്പം അനുശ്രീക്ക് ആകെ ഒരു സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. അലോകിൻ്റെ ഈ ഒരു അവസ്ഥ കാണുമ്പം എത്രയൊക്കെ തന്നെ ദ്രോഹിച്ച ആളാണെന്നുണ്ടെങ്കിലും അനുശ്രീയുടെ ഉള്ളിനുള്ളിൽ ചെറിയൊരു സങ്കടമൊക്കെ വരുന്നുണ്ട്. അപ്പം ആരും പെട്ടെന്ന് അനുവിൻ്റെ അടുത്തേക്ക് വരും. മോൾ ഇതൊന്നും കണ്ട് ഭയപ്പെടണ്ട, അവൻ എങ്ങനെയെങ്കിലും കേസിൽ നിന്ന് ഊരിപ്പോരണം. അതിന് മോളെ സ്വാധീനിക്കാനായിട്ടാണ് ഇപ്പം മാപ്പ് പറച്ചിലുമായിട്ട് വന്നിരിക്കുന്നത്. അല്ലാതെ മനസ്സുകൊണ്ട് അവൻ ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഇപ്പം ഈ കേസ് ഒഴിവാക്കി അവൻ പുറത്തു വന്നാൽ കാണാം അവൻ്റെ തനി സ്വഭാവം. നമ്മളെയൊക്കെ എങ്ങനെ ഉപദ്രവിക്കണമെന്നായിരിക്കും അവൻ്റെ മനസ്സിൽ ഇപ്പം കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിൻ്റെ മനസ്സിൽ അവനോടൊരു ദയ തോന്നും. അതിനുവേണ്ടി തന്നെയാണ് അവൻ ഈ രീതിയിൽ പെരുമാറിയതൊക്കെ. മോള് വന്നേ എന്ന് പറഞ്ഞ് അനുവിനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് തുടങ്ങുക. അപ്പോൾ അവർക്ക് പിന്നാലെ നമ്മുടെ ബാലനും ഗോമതിയും പോവുക. അപ്പോൾ ഗോമതി പറയും, എന്നാലും അലോകന് നല്ല മാറ്റമുണ്ട്. അവൻ്റെ ആ അവസ്ഥ കണ്ടപ്പം എനിക്ക് സങ്കടം വന്നു ബാലേട്ട എന്ന് പറയാം. അവൻ്റെ അവസ്ഥയിൽ നിനക്ക് സങ്കടം വരുമ്പം നമ്മുടെ മകളുടെ ജീവിതം വെച്ച് അവൻ കളിച്ചതിൽ നിനക്കൊരു പ്രശ്നമില്ലേ ഗോമതി എന്ന് ചോദിക്കാം. അങ്ങനല്ല ബാലേട്ട, അവൻ പെട്ടെന്ന് മാപ്പൊക്കെ പറഞ്ഞപ്പം എനിക്ക് സങ്കടം വന്നു എന്നുള്ളത് ശരിയാ. എന്നും കരുതി അവനെ വെറുതെ വിടണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. നമ്മുടെ മോളോട് അവൻ ചെയ്ത
തെറ്റ് ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കാത്തതാ എന്ന് പറയാണ്. പക്ഷേ മീനു പറഞ്ഞതുപോലെ കോടതിയിലെ കാര്യങ്ങളൊന്നും അത്ര നിസ്സാരമല്ലട്ടോ ബാലേട്ട എന്ന് ഗോമതി പറയാണ്. പിന്നെ താൻ എന്താ കരുതിയത്, കോടതി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാ, അപ്പം ഇനിയും നമുക്ക് അനുക്കുട്ടിയായിട്ട് ഇവിടെ വരേണ്ടി വരുമല്ലേ എന്ന് ചോദിക്കുക. പിന്നല്ലാതെ ഈ കേസിൽ ഒരു തീർപ്പാകുന്നത് വരെ നമുക്ക് പലപ്പോഴും അനുവിനെയായിട്ട് കോടതി കയറി ഇറങ്ങേണ്ടതായിട്ട് വരും. ബാലേട്ട, അവളൊരു പെൺകുട്ടിയല്ലേ, ഇങ്ങനെ കോടതി കയറി ഇറങ്ങുന്നതൊക്കെ അവളുടെ ജീവിതത്തെ ബാധിക്കില്ലേ എന്ന് ചോദിക്കുക. അവള് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഗോമതിയോടൊപ്പം ബാലൻ തിരിച്ചു ചോദിക്കുക. അപ്പം ഗോമതിക്ക് മറുപടിയില്ല. അവൾക്ക് നീതി കിട്ടണം, അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ ഈ ബാലൻ ഒരുക്കുക എന്ന് പറയാൻ കേട്ടോ. അനുമോള എന്ത് തീരുമാനിക്കുന്നോ അനുവിൻ്റെ ഒപ്പം തന്നെ ഈ അച്ഛനുണ്ടാകും എന്ന് ബാലൻ വീണ്ടും പറയാം. ഇതേ സമയം അനു വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന കാണുന്ന എല്ലാവരും ചോദിക്കും, എന്തു പറ്റി മോളെ എന്ന് ചോദിക്കുക. അപ്പം ആര്യം പറയും, ഇന്ന് അലോകിൻ്റെ വക ഒരു പ്രകടനം ഉണ്ടായിരുന്നു. ഇവളുടെ അടുത്ത് വന്ന് അവനോട് ചെയ്ത സകല തെറ്റുകൾക്കും അവൻ മാപ്പൊക്കെ പറഞ്ഞു. പക്ഷെ അവനെ എനിക്ക് വിശ്വാസമില്ല. അവൻ്റെ കേസ് വീണ്ടും നീട്ടിവെച്ചല്ലോ. എങ്ങനെയെങ്കിലും കേസിൽ നിന്ന് ഒഴിവാകാൻ ഇവളെ സ്വാധീനിക്കാനായിട്ട് വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അനുവിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അനു ചിലപ്പം കേസ് വേണ്ടെന്ന് വെച്ചാലോ എന്നൊക്കെ അവൻ ചിന്തിച്ച് കാണും എന്ന് പറയാം. അപ്പം അത് കേൾക്കുമ്പോൾ മിത്രയ്ക്കും ആകെ സങ്കടം വരിക. എത്രയൊക്കെ ദേഷ്യമുണ്ടെന്ന് പറഞ്ഞാലും തൻ്റെ സ്വന്തം സഹോദരനാണ്. അങ്ങനെയുള്ളപ്പം അലോകിനൊരു മോശം ഉണ്ടാകണമെന്നൊന്നും മിത്രയ്ക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. അപ്പം ഗോമതി മീനുവിനോട് പറയും, മീനു നീ പറഞ്ഞതുപോലെ കോടതിയിലെ കാര്യങ്ങളൊന്നും അത്ര എളുപ്പമൊന്നുമല്ല. ഇന്ന് തന്നെ ആ അലോകിൻ്റെ വക്കീല് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാൽ അനുക്കുട്ടിയെ വേദനിപ്പിക്കാൻ നോക്കിയത്. പാവം എൻ്റെ മോള്, അവളതെല്ലാം തരണം ചെയ്ത് പിടിച്ചു നിന്നു. ഞാൻ പേടിച്ചു പോയി, മോൾക്ക് അവിടെ തല കറങ്ങി വീഴുമെന്ന് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചേ എന്ന് പറയാം. അത് കേൾക്കുമ്പം മീനു പറയും, അമ്മയെ പേടിപ്പിക്കണമെന്ന് കരുതിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. എതിർഭാഗം അവരുടെ കക്ഷിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി പല രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നിരിക്കും. പക്ഷെ നമ്മുടെ അനുക്കുട്ടി അതിലൊന്നും തകർന്നു പോകാതെ അതിനെയൊക്കെ തരണം ചെയ്തില്ലേ. അവൾക്ക് സംഭവിച്ച എല്ലാ പ്രവൃത്തികളും അവള് സത്യസന്ധമായി തന്നെ കോടതിയെ അറിയിച്ചില്ലേ. അനുവിന് ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ കോടതിയിൽ വിധി വരട്ടെ എന്ന് മീനു പറയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആരും പറയും, കൃഷ്ണമംഗലത്ത് എന്തായാലും ഇന്നൊരു സമാധാനം ആർക്കും ഉണ്ടാവില്ല. അവിടെ തൻ്റെ ചെറിയച്ഛനും അതുപോലെ അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് മിത്രയോട് പറയാം. അത് കേൾക്കുമ്പോൾ മിത്ര ഒരു മറുപടി ഇല്ലാതെ നിൽക്കുകയാണ് കേട്ടോ. ഇന്ന് തന്നെ അലോകിനെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് കരുതിയ തൻ്റെ ചെറിയച്ഛൻ വന്നത്. അതൊന്നും നടക്കാത്തതിലുള്ള നല്ല അമർഷം അയാൾക്കുണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പം നമ്മുടെ മിത്രയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. അലോകിനെ എങ്ങനെയെങ്കിലും വെറുതെ വിടാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയൊക്കെ വരുന്നുണ്ട് മിത്രയുടെ മനസ്സിൽ. പക്ഷേ അതൊരിക്കലും ദേവമംഗലത്തുള്ള ആരോടും പറയാനുള്ള ധൈര്യമൊന്നും മിത്രയ്ക്കില്ല. അത്രയ്ക്ക് കലിയാണല്ലോ ആര്യന് അലോകിനോട്. അതുകൊണ്ട് തന്നെ മിത്ര ഒന്നും മിണ്ടാതെ നിൽക്കാം. ഗോമതിക്കും ഈ കേസും കൂട്ടവും ഒന്നും വേണ്ട എന്നൊരു ചിന്ത തന്നെയാണ്. ഇതൊക്കെയാണ് കേട്ടോ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.